അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമത നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട എൻ്റെ മുത്തല്ലിം സുഹൃത്തുക്കൾ, ആദരവായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 ജന്മദിനം കൊണ്ട് ആഘോഷപൂർണ്ണമായി മഹത്തായ വേദിയിൽ സോഷ്യൽ മീഡിയ വിനോദത്തിനുള്ള വ്യക്തിത്വ വികസനത്തിനാണെന്ന കാലിക പ്രസക്തിയുള്ള വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ വളരെ വലിയൊരു സ്ഥാനമാണ് പിടിച്ചു പറ്റിയിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മറ്റൊരാൾക്കൊരു സന്ദേശം എത്തിക്കണമെങ്കിൽ കത്ത് മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണം വേണമായിരുന്നു. എന്നാൽ ഇന്ന് ചെറിയൊരു ഫോണിൽ ലോകത്തിലെ മുഴുവൻ വാർത്തകളും അറിവുകളും ചിത്രങ്ങളും ശബ്ദങ്ങളും നമുക്ക് ലഭിക്കുന്നു. ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ ശബ്ദങ്ങൾ ആയിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും മറ്റു ചിലപ്പോൾ കോടികളിലേക്കും വരെ എത്തുന്നു. സോഷ്യൽ മീഡിയക്ക് വലിയൊരു ശക്തിയുണ്ട്. അത് നല്ലതിനായി ഉപയോഗിച്ചാൽ അതുവഴി നമുക്ക് ധാരാളം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈമാൻ വളർത്താം, നന്മകൾ വിതറാം, മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കാം. എന്നാൽ അത് തെറ്റിനായി ഉപയോഗിച്ചാൽ ഒരൊറ്റ പോസ്റ്റോ ഒരൊറ്റ വീഡിയോ മതി ഈ ലോകമെമ്പാടും പാപം പടർത്താൻ അത് കാരണമാകും. ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നു, മനുഷ്യരോട് നല്ല വാക്കുകൾ മാത്രം പറയുക. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നാം എഴുതുന്ന ഓരോ വാക്കും, നാം കാണുന്ന ഓരോ വീഡിയോയും, നാം ഷെയർ ചെയ്യുന്ന നമ്മുടെ ഓരോ കുറിപ്പും എല്ലാം നമ്മുടെ വാക്കുകളാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എന്നത് നാം തന്നെ വഹിക്കേണ്ടതാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഭൂരിഭാഗവും വിനോദത്തിന് വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നത്. മണിക്കൂറുകൾ റീൽസുകൾ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരാൾ തന്നെ തൻ്റെ രാവിലെ ഫോൺ എടുത്ത് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്നിവ ഏതെങ്കിലും ഒന്ന് കയറി നോക്കാം എന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളുടെ 1 മണിക്കൂർ പോയിരിക്കും. എന്നാൽ അത് അറിയുന്ന പോലും ഉണ്ടാവില്ല. ദിവസാവസാനം നമ്മൾ അയാളോട് ചോദിച്ചാൽ, ഇന്ന് നീ സോഷ്യൽ മീഡിയ വഴി എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ അയാളുടെ മറുപടി പലപ്പോഴും ഒന്നുമില്ല എന്ന് തന്നെയായിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സമയം വിനോദത്തിന് മാത്രം കളയുന്നത് വലിയൊരു തെറ്റാണ്. കാരണം നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹു തആല നമ്മോട് തീർച്ചയായും ചോദിക്കുക തന്നെ ചെയ്യും, നീ നിന്റെ സമയം എവിടെ ചെലവഴിച്ചോ, നീ നിന്റെ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുക തന്നെ ചെയ്യും. അതിന് നമുക്ക് വ്യക്തമായ ഉത്തരം വേണമെങ്കിൽ നമ്മുടെ സമയം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. സമയം ക്രമീകരിക്കുന്നതിന്റെ ഉത്തമ മാതൃകയാണ് നമ്മുടെ ശൈഖുൽ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. മുസ്ലിം ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഒരു വ്യക്തിത്വ വികസനത്തിന്റെ ഉപകരണമായിരിക്കണം. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും ഹദീസുകൾ മനസ്സിലാക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉമ്മയുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും അതുകൊണ്ട് കഴിയണം. സോഷ്യൽ മീഡിയ വഴി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാം നല്ലതായിരിക്കണം. അല്ലാഹു തആല പറയുന്നു, നന്മയിലും ദൈവഭക്തിയിലും സഹകരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നന്മ പ്രചരിക്കുന്നവരോടൊപ്പം കൂടുതൽ ബന്ധപ്പെടുക, എന്നാൽ തിന്മ പ്രചരിക്കുന്നവരോടൊപ്പം അകലുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നാം സോഷ്യൽ മീഡിയയെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. നമുക്ക് സോഷ്യൽ മീഡിയ വഴി ധാരാളം ഗുണങ്ങളുണ്ട്, അതിനേറെ അതിൻ്റെ തിന്മകളുമുണ്ട്. സോഷ്യൽ മീഡിയ വഴി നാം എന്തൊക്കെയാണ് പഠിക്കുന്നത്? സാമ്പത്തിക ജ്ഞാനങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം നാം സോഷ്യൽ മീഡിയ വഴി പഠിക്കുന്നു. എന്നാൽ അത് തെറ്റിനായി ഉപയോഗിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ്, അതിനേക്കാൾ വലിയ തെറ്റ് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.